ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ വലതേ കണ്ണ് നിന്റെ ഇടതേ കണ്ണിനോട് സലാം പറഞ്ഞാൽ, നിന്റെ വലതേ കൈ നിന്റെ ഇടതേ കൈയോട് സലാം പറഞ്ഞാൽ, നിന്റെ വലതേ കാല് നിന്റെ ഇടതേ കാലിനോട് സലാം പറഞ്ഞ് നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് നീ ഖബറിലേക്ക് മടങ്ങിപ്പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഓ ഖബറിലേക്ക് നീ കൊണ്ടുപോകുന്നത് വെറും 3 കൂട്ടുകാരന്മാരെ മാത്രമാ. നീ സമ്പാദിച്ച് ബാങ്ക് ബാലൻസ് ആക്കി വെച്ച നിന്റെ സമ്പത്ത് എവിടെയില്ല, നീ ഉണ്ടാക്കി വെച്ച നിന്റെ മണിസൗധങ്ങൾ എവിടെയില്ല, നീ വാങ്ങിച്ചു കൂട്ടിയ നിന്റെ വില കൂടിയ വാഹനങ്ങൾ എവിടെയില്ല, നിന്റെ ഭാര്യയില്ല, നിന്റെ മക്കളില്ല, നിന്റെ കുടുംബക്കാരില്ല, നിന്റെ കൂട്ടുകാരന്മാരില്ല. ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി നിന്നെ കൊണ്ടുപോയ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഖബറിന്റെ അകത്ത് കടന്നു വരില്ലടാ. നിന്റെ ഖബറിലേക്ക് കടന്നു വരുന്നത് വെറും 3 കൂട്ടുകാരന്മാര് മാത്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ. ഖബറിലേക്ക് നീ കൊണ്ടുപോകുന്നത് വെറും 3 കൂട്ടുകാരന്മാരെ മാത്രമാണെന്ന് നമ്മളോട് പറഞ്ഞു തരിക. ആ 3 കൂട്ടുകാരന്മാരെ മാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നമ്മൾ പിരിയാ. കാരണം നമ്മുടെ പൂവന്റെ സഹോദരന്മാരും നേരം കൊണ്ട് മിസ്കോൾ അടിക്കും, ഒരു ബഹളമായിട്ട് ഇരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് പോകണം. നിങ്ങളാരും വിഷമിക്കരുത്. കാരണം ഒരുപാട് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെയും കൂടെ പറയണമല്ലോ. എല്ലാവർക്കും നമ്മുടെ സൗണ്ട് തീരുന്നതോടെ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സൗണ്ട് തീർന്നാൽ പിന്നെ ആരും നമ്മളെ മൈൻഡും ചെയ്യില്ല. അതിനു മുമ്പ് നമ്മളെല്ലാം പറഞ്ഞു തീർക്കണമല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ദീർഘായുസ്സ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. മരിക്കുന്നത് വരെ ദീനിന് വേണ്ടി ശബ്ദിക്കാൻ അല്ലാഹു ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 3 കൂട്ടുകാരന്മാരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ, ബാക്കിയൊക്കെ കൂടെ കളയേണ്ടി വരും. 1ാമത്തെ കൂട്ടുകാരൻ, ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, ആരുമില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് പേടിച്ച് ഭയവിഹ്വലനായി കഴിയുമ്പോ നിന്റെ ഖബറിന്റെ അകത്ത് പടച്ച റബ്ബേ, എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ കഠിനമാസങ്ങൾ പങ്കിടാമായിരുന്നല്ലോ, നേരം പോക്കാകാമായിരുന്നല്ലോ എന്ന ചിന്തയോടെ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്ക് കഴിയുമ്പോ അതാ നിന്റെ ഖബറിലേക്ക് കടന്നു വരുന്ന 1ാമത്തെ കൂട്ടുകാരനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ, സ്വദഖത്തൻ ജാരിയ, സ്വദഖത്തൻ ജാരിയ. നിന്റെ പള്ളിക്ക് വേണ്ടി നീ കൊടുത്ത നിന്റെ പൈസയുണ്ടല്ലോ, പാവപ്പെട്ടവരെ സഹായിക്കാൻ നീ കൊടുത്ത നിന്റെ പൈസയുണ്ടല്ലോ, അങ്ങനെ ദീനിന് വേണ്ടി എന്തെല്ലാം നല്ല നല്ല സൽക്കർമ്മങ്ങൾ നീ ചെയ്തു കൂട്ടിയോ അത് മുഴുവനും നിന്റെ ഖബറിന്റെ കൂട്ടുകാരനാണ്, വെളിച്ചമാണെന്ന് ഒരിക്കലും കള്ളം പറയാത്ത മദീനയുടെ മണിദീപമേ, മക്കയുടെ പ്രകാശമേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 1ാമത്തെ കൂട്ടുകാരൻ സ്വദഖത്തൻ ജാരിയ, ജാരിയായ സ്വദഖ. ഇൻഷാ അല്ലാഹ് ഖബറിലേക്ക് കൊണ്ടുപോകണമെന്ന്, കൂട്ടുകാരനായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ തന്നെ എന്തേലും മിനിങ്ങാന്നൊക്കെ കൊടുത്തത്, എന്നാലും ഇനി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ കാണുമല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് ഖുർആൻ നാളെ ശഫാഅത്ത് ചെയ്യുന്നതിന് വേണ്ടി ഒരു 6666 രൂപ ആരെങ്കിലും ഉണ്ടാവും കൊടുക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നു, നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന 1ാമത്തെ കൂട്ടുകാരൻ സ്വദഖത്തൻ ജാരിയ. 2ാമത്തെ കൂട്ടുകാരൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാ, ആരുമില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് അന്താളിച്ച് പേടിച്ച് ഭയവിഹ്വലനായി കഴിയുമ്പോ പടച്ച റബ്ബേ, ദുനിയാവിൽ എന്നെ സഹായിക്കാൻ, എന്റെ കൂടെ കഠിനമാസങ്ങൾ പങ്കിടാൻ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു അല്ലാ. എന്റെ ഭർത്താവുണ്ടായിരുന്നു, എന്റെ ഭാര്യയുണ്ടായിരുന്നു, എന്റെ മാതാപിതാക്കളുണ്ടായിരുന്നു, എന്റെ മക്കളുണ്ടായിരുന്നു, എന്റെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു പടച്ച റബ്ബേ. എന്നാൽ ഈ 6 അടി മണ്ണിന്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ അല്ലാ. ഈ 6 അടി മണ്ണിന്റെ അകത്ത് എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ചിന്തയോട് 6 അടി മണ്ണിന്റെ അകത്ത് നീ കഴിയുമ്പോ ആ ഖബറിന്റെ അകത്തേക്ക് നിന്നോട് കൂട്ടുകൂടാൻ, കളിതമാസകൾ പങ്കിടാൻ കടന്നു വരുന്ന 2ാമത്തെ കൂട്ടുകാരനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, അമലുൻ സാലിഹാ
അമലുൻ സ്വാലിഹാ. നീ അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ച നമസ്കാരങ്ങളുണ്ടല്ലോ, നോമ്പുകളുണ്ടല്ലോ, അങ്ങനെ എന്തെല്ലാം നല്ല നല്ല സൽക്കർമ്മങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവോ, അതെല്ലാം നിന്റെ ഖബറിന്റെ കൂട്ടുകാരനാണ്, വെളിച്ചമാണെന്ന് ഒരിക്കലും കള്ളം പറയാത്ത മദീനയുടെ മണിദീപമേ, മക്കയുടെ പ്രകാശമേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ കൂട്ടുകാരൻ അമലുൻ സ്വാലിഹുൻ, സ്വാലിഹായ അമൽ. രണ്ടാമത്തെ കൂട്ടുകാരൻ അമലുൻ സ്വാലിഹുൻ, സ്വാലിഹായ അമൽ. ഈ സ്വാലിഹായ അമലിന് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഖബറിൽ കൊണ്ടുപോകാൻ 5 നേരത്തെ നിസ്കാരമെങ്കിലും വേണം. 5 നേരത്തെ നിസ്കാരമെങ്കിലും വേണം. നിസ്കാരം ഇല്ലെങ്കിൽ ഒരുപാട് ഗതിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏത് സംഘടന വേണോ നീ പ്രവർത്തിച്ചു, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടുക്കീഴിൽ ഏത് നേതാവിന്റെ പിറകിൽ വേണോ നിനക്ക് അണിചേരാം, ഇതൊന്നുമല്ല പടച്ചറപ്പ് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ന അവ്വലമാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അഅമാലിഹി അസ്സലാ. നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു നിന്നോട് ആദ്യമായി ചോദിക്കുന്നത് 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ചാ. നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ വിഷമിക്കണ്ട, സങ്കടപ്പെടേണ്ട, ദുഃഖിക്കണ്ട, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ. അതല്ല നാ നേരെ മറിച്ച് നമസ്കാരം പാടാക്കിക്കൊണ്ട് ദുനിയാവിൽ ജീവിച്ചവനാണെങ്കിൽ അല്ലാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിലേക്ക് പടച്ച റബ്ബ് നമ്മളെ വലിച്ചെറിയുന്നതാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കാരം ഉണ്ടോ സ്വർഗ്ഗത്തിൽ പോവാം, അല്ലെങ്കിൽ വലിയ പാടാണ്. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നായകൻ ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് അസ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല കണ്ട് ആലും സഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു. മുത്തുമുൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താൽ ഉപ്പായെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് ആയിഷ ബീബിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതില സക്കറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, അത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന്. മരണത്തിന്റെ സമയത്ത് പോലും നമ്മളെ കുറിച്ച് ഓർത്തുകൊണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി നമ്മളോട് ചെയ്തിട്ട് പോയ വസിയത്ത് എന്താ? യാ ഉമ്മത്തി ഉസീകും ബിസ്സലാ. അല്ലയോ എന്റെ സമുദായമേ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കല്ലേ. നമസ്കാരം പാഴാക്കിയാൽ ഒരുപാട് ശിക്ഷകൾ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പൊന്നാര നബി തങ്ങൾ നമ്മളോട് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഖബറിന്റെ രണ്ടാമത്തെ കൂട്ടുകാരനായി അല്ലാഹുവിന്റെ മുമ്പിൽ എടുത്ത് കാണിക്കാൻ 5 നേരത്തെ നമസ്കാരമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പടച്ചറപ്പതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ചുരുങ്ങിയത് 5 നേരത്തെ നിസ്കാരമെങ്കിലും അത് ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. ഈ മൂന്നാമത്തെ കൂട്ടുകാരൻ ഇവിടെ പറഞ്ഞു നിർത്തുക. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ, ആരുമില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് അന്താളിച്ച് പേടിച്ച് ഭയവിഹ്വലരായി കഴിയുമ്പോ നിന്റെ ഖബറിന്റെ വെളിച്ചമായി, നിന്റെ ഖബറിന്റെ കൂട്ടുകാരനായി, നിന്റെ ഖബറിന്റെ നേരം പോക്കായി നിന്റെ ഖബറിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ കൂട്ടുകാരൻ വലദുൻ സാലിഹുൻ യദൂലഹു. നിന്റെ ഖബറിന്റെ ചാരത്ത് വന്നു നിന്നുകൊണ്ട്, നിന്റെ ഖബറിന്റെ ഓരത്ത് വന്നു നിന്നുകൊണ്ട്, പടച്ചറപ്പേ ഇതെന്റെ ഉമ്മയാണ് അല്ലാ, ഇതെന്റെ ഉപ്പയാണ് പടച്ചറപ്പേ, ഇവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയാരാമമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ എന്ന് നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്നു നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നമ്മുടെ മക്കളുടെ ദുആ ഇല്ലേ, അത് നമ്മുടെ ഖബറിന്റെ വെളിച്ചമാണ് കൂട്ടുകാരന.
കൂട്ടുകാരനാണ്, നേരം പോക്കാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോ ദീനിന്റെ ചിട്ടയോടെ വളർത്തി കഴിഞ്ഞാൽ നാളെ നമ്മൾ മരണപ്പെട്ട് ഖബറിനകത്ത് കഴിയുമ്പോ നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്നു നിന്നുകൊണ്ട് നമ്മുടെ മകനൊന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ കരച്ചില് അല്ലാഹുവിന്റെ അടുക്കൽ ഒരുപാട് നന്മയുള്ളതാ. നമ്മുടെ ഖബറിനകത്ത് വെളിച്ചം കിട്ടുന്ന ഏറ്റവും നല്ല സ്വാലിഹത്തായ അമലാണെന്ന് പൊന്നാര നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുക, അതിനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ആ സ്വാലിഹീങ്ങളായ മക്കളുടെ ദുആ നമ്മുടെ ഖബറിന്റെ കൂട്ടുകാരനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു. നമ്മൾ അറിയണം നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാണ്. ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്, അതൊക്കെ ചർച്ച ചെയ്താൽ ഒരുപാട് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു അവസരം വരട്ടെ, അല്ലാഹു അതിന് ഭാഗ്യം നൽകി. ഈ ഒരു അവസരത്തിൽ നമുക്ക് നല്ലതുപോലെ ചർച്ച ചെയ്യാം. ഞാൻ അറിയാതെ കൊടുത്തു പോയതാണ്. അല്ലാഹു നിങ്ങൾ ആരും കുറ്റം പറയരുത്. ഉസ്താദ് ഒരുപാടൊന്നും പറഞ്ഞില്ലല്ലോ, ഉസ്താദ് ഒരുപാടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും ആക്ഷേപമോ കുറ്റമോ പറയരുത്. കാരണം നമ്മുടെ ഒരു അവരില്ലായ്മ കൊണ്ട് ചെയ്തു പോയതിന്റെ അതുകൊണ്ട് ഞാൻ തന്നെ അതിനോട് മാപ്പ് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി ഒരു അവസരം വരുമ്പോൾ നമുക്ക് നല്ലതുപോലെ ചർച്ച ചെയ്യാം.